നമസ്കാരം. പൂഞ്ഞാറ്റിലെ ബഡായി മെത്രാൻ PC ജോർജിന്റെ ഒടുവിലത്തെ ബഡായി ആയിരുന്നു പാല അരമന ആക്രമിക്കാൻ വന്ന SDPIക്കാരെ തടഞ്ഞു നിർത്തിയതും RSSകാരെ കൊണ്ടുവന്ന് പ്രതിരോധിച്ചതും താനാണെന്ന് പറഞ്ഞത്. ആദ്യം പറന്നു വന്നവൻ്റെ മുന്നിലേക്ക് എളിയിൽ നിന്ന് തോക്കുമെടുത്ത് ചാടിയത് താനാണെന്നാണ് ജോർജ് അടിച്ച ഏറ്റവും വലിയ ബഡായി. എന്നാൽ ജോർജ് ആ സമയത്ത് തൻ്റെ തോക്കുമായി ഏതോ ചക്കരപ്പെണ്ണിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക ആയിരുന്നുവെന്നാണ് അതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവർ പറയുന്നത്. വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാനൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ അത് സാക്ഷ്യപ്പെടുത്തും. മാധ്യമങ്ങളും അതുപോലെ CPM-കാരും കോൺഗ്രസുകാരും ഒക്കെ ഇപ്പൊ പുതിയൊരു പേരായിട്ടിരിക്കുന്നത് ക്രിസംഗികൾ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ക്രിസംഗികൾ എന്നുള്ള സംഘികൾ എന്ന് പറഞ്ഞ സംഘക്കാരൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ പറയുന്നു, ഈ ക്രിസംഗികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ കേരളത്തിൽ ഒരു SDPIക്കാരനും ഞങ്ങളുടെ പിതാക്കന്മാരെ ചൊറിയാൻ പോലും സാധിക്കുകയില്ല എന്ന് പറയാൻ ഞങ്ങളെ വീഡിയോ കണ്ടല്ലോ. അന്ന് ഈ വിഷയം ഉണ്ടായപ്പോൾ അതിൻ്റെ മുന്നിൽ ആദ്യം ചാടി വീണത് പഴയ കേരള കോൺഗ്രസ്സുകാരനും ഇപ്പോൾ BJPക്കാരനുമായ നോബിൾ മാത്യു ആണ്. അന്ന് അയാൾ BJPയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്നു. അയാളോടൊപ്പം നിന്നിരുന്നത് പഴയ ജില്ലാ പ്രസിഡന്റ് N ഹരിയും അതിന് തൊട്ടു പിന്നിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജുമാണ്. ഇവരെയൊന്നും നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് പൂഞ്ഞാറുകാർക്ക്. ക്രിസംഗികളായ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഒരുമിച്ച് നിന്ന് പറയുകയാണ്, കേരളത്തിലെ ഒരു SDPIക്കാരനും ഞങ്ങളുടെ പിതാക്കന്മാരെ ചൊറിയാൻ പോലും സാധിക്കയില്ലെന്നാണ് അന്ന് നോബിൾ മാത്യു നടത്തിയ പ്രസംഗം. അവരാണ് പുലിക്കുട്ടികളെ പോലെ പാലായിൽ ചാടിയിറങ്ങിയതും RSS പ്രവർത്തകരെ വിളിച്ചു വരുത്തിയതും. അല്ലാതെ പൂഞ്ഞാറ്റിലെ പോപ്പ് PC ജോർജ് അല്ല. രാജീവ് ചന്ദ്രശേഖറും അയാളുടെ ശിങ്കിടികളായ അപ്പനും മകനും ഇപ്പോൾ ശ്രമിക്കുന്നത് മെത്രാന്മാരെ തെരുവ് പറഞ്ഞ് ഹൈന്ദവ ഏകീകരണം ഇപ്പോഴേ ഉണ്ടാക്കി നിർത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പരാജയത്തിന് മറ്റെന്തെങ്കിലും കാരണം കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഷോണും PC ജോർജും എല്ലാം പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നത്. ചുമ്മാതെയൊന്നുമല്ല. ഏത് കാര്യത്തിൻ്റെയും ബാപ്പ താനാണെന്ന് പറഞ്ഞ് കളത്തിൽ വരുന്ന എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവമാണ് PC ജോർജിനെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. ഇപ്പോഴും ആ പഴയ പാട്ട് തന്നെയാണ് ജോർജ് പാടി നടക്കുന്നത്. ജോർജ് സത്യത്തിൽ ചെയ്തത് ഭൂരിപക്ഷ വർഗീയത ചൂഷണം ചെയ്യുവാൻ വേണ്ടി മെത്രാന്മാരെ ചിത്തം വിളിച്ചു. പാലായിലെയും പൂഞ്ഞാറിലെയും BJPക്കാരായ ഹിന്ദുക്കൾ അപ്പനും മകനും വോട്ട് ചെയ്യില്ലെന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ വരുതിയിലാക്കാൻ വേണ്ടിയാണ് മെത്രാന്മാരെ അസഭ്യം പറഞ്ഞത്. ഇത് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. അതങ്ങ് വിജയിച്ചു. പൂഞ്ഞാറിലും പാലായിലും ഹൈന്ദവ വോട്ടുകൾ മാത്രമാണ് BJP സ്ഥാനാർത്ഥികളായ ഇവർക്ക് ലഭിക്കുവാൻ പോകുന്നത്. അല്ലാതെ മറ്റൊരാളുടെ പോലും വോട്ട് ലഭിക്കില്ല. അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ മാണിവിരുദ്ധ വോട്ടുകളും അവരുടെ സ്വന്തം ചൊൽപ്പടിയിൽ നിൽക്കുന്ന വോട്ടുകളെന്ന് വിശ്വസിച്ചിരുന്നതും കൃത്യമായി ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ തെറി വിളിക്കാൻ ഇറങ്ങിയത്. അടുത്ത തെറിവിളി BJP നേതൃത്വത്തിനെതിരെയായിരിക്കും, ഒരു സംശയവും വേണ്ട. തങ്ങൾക്ക് ഹിന്ദു വോട്ടുകൾ ലഭ്യമാകാത്തത് കൊണ്ടാണ് തോറ്റുപോയതെന്നാണ് അവർ വിലപിക്കാൻ പോകുന്നത്. ഇപ്പോൾ ലഭിച്ചത് മുഴുവൻ വ്യക്തിപരമായ വോട്ടുകളാണെന്നും ഹിന്ദു വോട്ടുകൾ കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ എന്നും പറഞ്ഞ് വിലപിച്ചില്ലെങ്കിൽ BJPയോട് പല കാര്യങ്ങൾക്കും കണക്ക് പറയേണ്ടി വരും. ഒന്നല്ല, പല കാര്യങ്ങൾക്കും. അമിത് ഷായുടെ അടുത്ത് ചെന്ന് സകല ക്രിസ്ത്യാനികളെയും വിറ്റാണ് തെരഞ്ഞെടുപ്പ് ചെലവിനും പറഞ്ഞ് കാശ് പോക്കറ്റിലാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതാണ് ഷോൺ ജോർജ് പറഞ്ഞത്, അമിത് ഷായോട് ഞാൻ ഇനി എന്ത് പറയുമെന്ന്. ആ പറഞ്ഞതിൻ്റെ ഗുഡൻസ് പിടികിട്ടിയോ? ഏതായാലും നമുക്ക് കാത്തിരിക്കാം പൂരവും പൂരപ്പാട്ടും കേൾക്കാൻ.